ഇന്ന് തത്തയെ കൊന്ന് ഇറച്ചിക്കറി വെക്കണം. രൂപസുന്ദരി വേലക്കാരിയോട് പറഞ്ഞു. വേലക്കാരി കൂട്ടിൽ കൈയിട്ട് തത്തയെ പിടിക്കാൻ നോക്കിയ സമയത്ത് തത്ത പുറത്തേക്ക് രക്ഷപ്പെട്ടു. ഇനി എന്തു ചെയ്യും? തത്തയെ കൊന്ന് കറി വെച്ചില്ലെങ്കിൽ രൂപസുന്ദരി തന്നെ കൊന്നു കറി വെക്കും. ഒരു പണി ചെയ്യാം, ഒരു കോഴിയെ പിടിച്ചു കറി വെക്കാം, എന്നിട്ട് തത്തയുടെ ഇറച്ചിയാണെന്ന് പറയാം. അങ്ങനെ വേലക്കാരി വെച്ച ഇറച്ചിക്കറി തത്തയുടേതാണെന്ന് കരുതി രൂപസുന്ദരി കോഴി ഇറച്ചി മുക്കുമുട്ടെ തിന്നു. തന്നെ വെല്ലുവിളിക്കാൻ വന്നിരിക്കുന്നു. ഇപ്പോൾ എന്തായി? രൂപസുന്ദരി അഹങ്കാരത്തോടെ പിറുപിറുത്തു. രൂപസുന്ദരി വലിയ വിഷ്ണു ഭക്തിയായിരുന്നു. രൂപസുന്ദരിക്ക് ഒരു അഹങ്കാരമുണ്ടായിരുന്നു. വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തി എങ്ങനെയെങ്കിലും സ്വർഗത്തിലെത്തണം. അതിനുവേണ്ടി രൂപസുന്ദരി എന്നും അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നത് പതിവായി. ഒരു ദിവസം രൂപസുന്ദരി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശ്രീകോവിലിനുള്ളിൽ നിന്ന് ഒരു അശരീരി കേട്ടു. രൂപസുന്ദരി, നിന്റെ ഭക്തിയിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. നിന്നെ ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാം. അതിനു മുമ്പ് നീ ഒരു കാര്യം ചെയ്യണം. ഭവതിയുടെ സ്വത്തുക്കളെല്ലാം പാവങ്ങൾക്ക് വിതരണം ചെയ്യണം. എന്നിട്ട് തല മുണ്ടനം ചെയ്ത് കാഷായ വസ്ത്രം അണിഞ്ഞ് ശ്രീകോവിലിന് ചുറ്റും പ്രദക്ഷിണം വെക്കണം. അശരീരി പറഞ്ഞത് മറ്റാരും ആയിരുന്നില്ല, ശ്രീകോവിലിനുള്ളിൽ കയറിപ്പറ്റിയ തത്തയായിരുന്നു. തന്റെ ആഗ്രഹം സഫലമായതുകൊണ്ട് തന്നെ രൂപസുന്ദരിക്ക് വന്ന സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പിറ്റേന്ന് തന്നെ രൂപസുന്ദരി തന്റെ സ്വത്തുക്കളെല്ലാം പാവങ്ങൾക്ക് ദാനം ചെയ്തു. തല മുണ്ടനം ചെയ്ത് കാഷായ വേഷം ധരിച്ച് നാമം ജപിച്ച് ശ്രീകോവിലിന് ചുറ്റും പ്രദക്ഷിണം വെക്കാൻ തുടങ്ങി. പെട്ടെന്ന് അമ്പലത്തിന്റെ കൊടിമരത്തിന് മുകളിൽ തത്ത പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ടിങ്ങനെ പറഞ്ഞു: ഞാൻ എൻ്റെ വാക്കുകൾ പാലിച്ചു. നിന്റെ അഹങ്കാരത്തിന് ഇതിലും ചെറിയ ശിക്ഷ എങ്ങനെ നൽകാനാണ്? രൂപസുന്ദരിക്ക് എല്ലാം മനസ്സിലായി. തന്റെ അഹങ്കാരത്തിന് ശിക്ഷ കിട്ടിയെന്ന അപമാന ഭാരത്താൽ തളർന്ന് അവൾ തന്റെ ജീവൻ വെടിഞ്ഞു. അപ്പോഴേക്കും വിക്രമാദിത്യന്റെ കാടാറുമാസം കഴിഞ്ഞിരുന്നു. വിക്രമാദിത്യനെ തെരഞ്ഞ് ഭട്ടി എത്തിയിരുന്നു. വിക്രമാദിത്യൻ തന്റെ പക്ഷി ജീവിതം മാറ്റി പഴയ വിക്രമാദിത്യനായി. ഉജ്ജയിനിയിൽ വിജയരംഗൻ വിക്രമാദിത്യനായി വേഷം കെട്ടി നടക്കുകയായിരുന്നു. യഥാർത്ഥ വിക്രമാദിത്യ മഹാരാജാവ് വിജയരംഗനെ രാജ്യത്തു നിന്ന് കെട്ടുകെട്ടിച്ചു.